എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 73-ാം ദിവസം. ഇന്ന് 721 മുതൽ 730 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം കോമളാംഗിയേ നമ. ഓം ഗുരുപ്രിയായേ നമ. ഓം സ്വതന്ത്രായേ നമ. ഓം സർവതന്ത്രേശ്യേ നമ. ഓം ദക്ഷിണാമൂർത്തിരൂപിണ്യേ നമ. ഓം സനകാദിസമാരാധ്യായേ നമ. ഓം ശിവജ്ഞാനപ്രദായിന്യേ നമ. ഓം ചിത്കലായേ നമ. ഓം ആനന്ദകലികായേ നമ. ഓം പ്രേമരൂപായേ നമ. ഒന്നുകൂടെ പറയാം. ഓം കോമളാംഗ്യേ നമ. ഓം ഗുരുപ്രിയായേ നമ. ഓം സ്വതന്ത്രായേ നമ. ഓം സർവതന്ത്രേശ്യേ നമ. ഓം ദക്ഷിണാമൂർത്തി രൂപിണ്യേ നമ. ഓം സനകാദി സമാരാധ്യായേ നമ. ഓം ശിവജ്ഞാനപ്രദായിന്യേ നമ. ഓം ചിത്കലായേ നമ. ഓം ആനന്ദകലികായേ നമ. ഓം പ്രേമരൂപായേ നമ. നമുക്ക് ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. ഓം കോമളാംഗ്യേ നമ. കോമളാംഗി, ഏറ്റവും ശോഭയോട് കൂടിയവൾ, സർവ അവയവങ്ങളോടും കൂടിയവൾ. അതായത് സർവ അവയവങ്ങളും ഏറ്റവും ശോഭയോട് കൂടിയ അവയവങ്ങളോട് കൂടിയവളാണ് ദേവി കോമളാംഗി. ഓം ഗുരുപ്രിയായേ നമ. ഗുരുപ്രിയ, ഗുരു എന്ന് പറയുന്ന ആദി ഗുരുവാണ്. ആദി ഗുരുവായ പരമേശ്വരനാണ് ഗുരു. അപ്പോൾ ആ ആദി ഗുരുവിന് പ്രിയങ്കരിയായവൾ, അതാണ് ഗുരുപ്രിയ. ഓം സ്വതന്ത്രായേ നമ. സ്വന്തമായി തന്ത്രവിദ്യകൾ ആവിഷ്കരിച്ചവൾ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരർത്ഥം കൂടെ പറയാം. ആരാലും ബന്ധിക്കപ്പെടാത്തവൾ, സ്വതന്ത്രയാണ്. ദേവിക്ക് ആരോടും അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല, എല്ലാവരും ദേവിക്ക് ഒരുപോലെയാണ്. അപ്പോൾ സ്വതന്ത്രയാണ്, സർവസ്വതന്ത്രയാണ് ദേവി. അപ്പോൾ സ്വതന്ത്ര. അടുത്തത് സർവതന്ത്രേശ്യേ നമ. സർവതന്ത്രവിദ്യകൾക്കും ഈശ്വരിയായിട്ടുള്ളവളാണ് ദേവി. സർവതന്ത്രവിദ്യകൾ, അത് നേരത്തെ പറഞ്ഞു, സ്വന്തമായി തന്ത്രവിദ്യകൾ ആവിഷ്കരിച്ചവളെന്ന് പറഞ്ഞു. അതുപോലെ സർവതന്ത്രവിദ്യകൾക്കും ഈശ്വരിയായിട്ടുള്ളവൾ ദേവിയാണ്. അടുത്തത് ഓം ദക്ഷിണാമൂർത്തി രൂപിണ്യേ നമ. ദക്ഷിണാമൂർത്തി രൂപിണി, ദക്ഷിണാമൂർത്തി ശിവൻ. തെക്കോട്ട് മുഖം തിരിച്ചിരിക്കുന്ന ശിവൻ്റെ ഭാവമാണ് ദക്ഷിണാമൂർത്തി. അതാണ് ദക്ഷിണാദിക്കെന്ന് പറഞ്ഞാൽ തെക്ക് ദിക്ക്. അപ്പോൾ തെക്കോട്ട് മുഖം തിരിച്ചിരിക്കുന്ന ശിവൻ്റെ ഭാവത്തെയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത്. ദേവി തന്നെയാണ് ദക്ഷിണാമൂർത്തിയായി ഇരിക്കുന്നത്. ഗുരുക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ദക്ഷിണാമൂർത്തി. അപ്പോൾ ആ ദക്ഷിണാമൂർത്തിയാണ് ദേവിയായിട്ടിരിക്കുന്നത്. കാരണം ശിവനും ശക്തിയും ആ ദക്ഷിണാമൂർത്തി രൂപിണി എന്ന് പറഞ്ഞാൽ ശക്തി സ്വരൂപിണിയാണ്. ദേവി തന്നെയാണ് ആ ശക്തി സ്വരൂപിണിയായിരിക്കുന്നത്. പരമാത്മാവിൻ്റെ ശക്തിയാണ് പരാശക്തി, അത് ദേവിയാണ്. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വരൂപിണി എന്ന് പറഞ്ഞാൽ ദേവി തന്നെയാണ് ദക്ഷിണാമൂർത്തി സ്വരൂപിണിയായിട്ടിരിക്കുന്നവൾ. അപ്പം മൗനഭാഷയാണ് ദക്ഷിണാമൂർത്തിക്കുള്ളത്. ബ്രഹ്മാദികൾക്കും ഗുരുവായത് ശിവൻ തന്നെയാണ്. ബ്രഹ്മാദികൾക്കും ഗുരുവായത് കൊണ്ടാണ് ആദി ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദക്ഷിണാമൂർത്തി രൂപിണി എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. പരമാത്മാവിൻ്റെ പരാശക്തി, ശക്തി സ്വരൂപിണിയാണ് ദേവി. അടുത്തത് സനകാദി സമാരാധ്യായേ നമ. സനകാദികളുടെ ഗുരുവാണ് ദക്ഷിണാമൂർത്തി. അപ്പം സനകാദികളാൽ ആരാധിക്കപ്പെടുന്നവൾ സനകാദി സമാരാധ്യ. ശിവജ്ഞാനപ്രദായിന്യേ നമ. ശിവജ്ഞാനപ്രദായിനി, ശിവതത്വത്തെ അല്ലെങ്കിൽ ആത്മതത്വത്തെ പ്രദാനം ചെയ്യുന്നവൾ ദേവി. ഇവിടെ ശിവതത്വം എന്ന് പറയുന്നതും എന്താ പറയുന്നത്, ആ ദക്ഷിണാമൂർത്തിയുടെ തത്വങ്ങളാണ്. അപ്പോൾ ശിവജ്ഞാന തത്വമാണ് ഈ ശിവജ്ഞാനപ്രദായിനി. ശിവതത്വത്തെ അല്ലെങ്കിൽ ആത്മതത്വത്തെ പ്രദാനം ചെയ്യുന്നവൾ. ചിത്കലായേ നമ. ചിത്കല എന്ന് പറഞ്ഞാൽ ചിത്താകുന്ന കലയോട് കൂടിയവൾ അല്ലെങ്കിൽ ചിത്താകുന്ന അംശത്തോടു കൂടിയവൾ. ചിത്താകുന്ന അംശം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. അപ്പം ആ ചിത്താകുന്ന കലയോട് കൂടിയവൾ അല്ലെങ്കിൽ ചിത്താകുന്ന അംശത്തോടു കൂടിയവൾ ദേവി. ഓം ആനന്ദകലികായേ നമ. ആനന്ദകലിക, കലിക എന്ന് വെച്ചാൽ പൂമൊട്ട്. ആനന്ദത്തിൻ്റെ പൂമൊട്ടായിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ
നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് ഈ ആനന്ദത്തിൻ്റെ പൂമുട്ട്. അത് വിരിയിക്കണോ വേണ്ടായോ, വിരിയണോ വേണ്ടായോ എന്നുള്ളത് നമ്മൾ ഭക്തന്മാർ തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. കാരണം ഭൗതിക സുഖത്തിൻ്റെ പുറകെ പോകുന്നവർ ഈ സന്തോഷം അനുഭവിച്ചറിയുന്നില്ല. എന്നാൽ ഒരു സാധകൻ ഭക്തി മാർഗത്തിലൂടെ, ആത്മീയമായ മാർഗത്തിൽ കൂടെ പോകുമ്പോഴാണ് ആ ആനന്ദം ലഭിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് ഭൗതിക സുഖത്തിൻ്റെ പുറകെ പോകുന്നതല്ല. നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആനന്ദത്തിൻ്റെ പൂമുട്ട് വിരിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സന്തോഷം അനുഭവപ്പെടുന്നത്. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ദേവി പൂമുട്ടായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിടയ്ക്ക് ഒരു സന്തോഷം വന്നാൽ നമ്മൾ വിചാരിക്കുന്ന എന്താ, നമ്മളായിട്ടുണ്ടാക്കിയതാണ് എന്നാണ്. അതല്ല, ദേവി ഉള്ളിലിരുന്ന് നമുക്ക് തരുന്ന സന്തോഷമാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക സുഖം അനുഭവിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആനന്ദം തോന്നുന്നത് എന്തുകൊണ്ടാണ്, സന്തോഷം തോന്നുന്നത് നമ്മുടെ ഉള്ളിലെ പൂമുട്ട് വിരിയുമ്പോഴാണ്. അപ്പം വല്ലപ്പോഴുമൊക്കെയാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഭക്തന് അല്ലെങ്കിൽ യഥാർത്ഥ സാധകൻ ആ ആനന്ദം തിരിച്ചറിയുന്നു. അങ്ങനെ ആ ആനന്ദ കലികയായിട്ടിരിക്കുന്നതും ദേവിയാണ്. ഇനിയും ഓം പ്രേമരൂപായേ നമ. പ്രേമം തന്നെ രൂപമെടുത്തവൾ എന്നാണ്. പ്രേമം തന്നെ രൂപമെടുത്തവൾ ദേവിയാണ്. ദേവിക്ക് സർവത്ര സ്നേഹമാണ്. തൻ്റെ എല്ലാവരോടും സ്നേഹമാണ് ദേവിക്ക്. അതുപോലെ നിസ്വാർത്ഥമായ സ്നേഹം, നമ്മളിൽ നിസ്വാർത്ഥമായ സ്നേഹം വരുന്നതിനെയാണ് ആത്മീയം എന്ന് പറയുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന ചിന്ത. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ആൾക്കാർ എന്ന് പറയുമ്പോൾ അത് സ്വാർത്ഥമാണ്. നിസ്വാർത്ഥമായ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരും ഒരുപോലെയാണ്, ഈ ലോകത്തുള്ള എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന ചിന്ത വരുമ്പോഴാണ് അത് നിസ്വാർത്ഥമായ സ്നേഹമാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ദേവിയുടെ പല ഭാവങ്ങൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ പല ഭാവത്തിലും പല രൂപത്തിലും നമ്മൾ ദേവിയെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ നമ്മുടെ ഈ പ്രപഞ്ച മാതാവായ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ നമുക്കെപ്പോഴും വേണം. നമ്മൾ അമ്മയെ കൂടുതൽ അറിഞ്ഞ് അമ്മയെ ഏത് തരത്തിലാണ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ശ്രീ ലളിതാ പരമേശ്വരി എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.